ഡോക്ടർ ആരതി. ഞാൻ ഓൺകോളജിസ്റ്റ് ആണ്. ഇന്ന് ക്യാൻസർ ചികിത്സേന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗം, അതായത് റേഡിയേഷൻ ട്രീറ്റ്മെന്റിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഈ റേഡിയേഷന്റെ ചികിത്സയ്ക്ക് വേണ്ടി എൻ്റെ അടുത്ത് വരുന്ന പല പേഷ്യൻസ് ഒപിയിൽ കാണുന്നവർ ചോദിക്കുന്ന കുറച്ച് ഡൗട്ടുകളാണ്. ഈ റേഡിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിൽ നിന്ന് പൊള്ളുന്ന പോലെ, അതായത് കരിക്കുന്ന അങ്ങനെ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ആണ്. പക്ഷെ അങ്ങനെയൊന്നും അല്ല. റേഡിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെ പ്രിസൈസ് ആയിട്ട് ക്യാൻസർ സെൽസിനെ മാത്രം ടാർഗറ്റ് ചെയ്ത് റേഡിയേഷൻ റേസ് വെച്ചിട്ട് ചികിത്സിക്കുന്നതാണ്. അപ്പം ബാക്കിയുള്ള നോർമൽ ടിഷ്യൂകളൊക്കെ നമ്മൾ മാക്സിമം സേവ് ചെയ്യാനും സൈഡ് എഫക്ട്സ് കുറയ്ക്കാനും ഉദ്ദേശിച്ചിട്ടാണ് ചെയ്യുന്നത്. ഭയങ്കര പ്രിസൈസ് മെത്തേഡാണ്. ഇപ്പോഴത്തെ നമ്മുടെ എഫക്റ്റീവ് ട്രീറ്റ്മെന്റ് മെത്തേഡുകളൊക്കെ വെച്ചിട്ട് ഇത് ഭയങ്കര പ്രിസൈസ് ആണ്. അപ്പോൾ സൈഡ് എഫക്റ്റുകൾ അതനുസരിച്ച് വളരെ വളരെ കുറവാണ്. പിന്നെ ഈ റേഡിയേഷൻ ചികിത്സയുടെ സമയത്ത് നിങ്ങളൊന്നും അറിയില്ല. ഒരു സ്കാൻ എടുത്ത് പോകുന്നത്ര മാത്രമേ ഉണ്ടാവുള്ളൂ. വളരെ കുറച്ച് സമയം ഉണ്ടാവുള്ളൂ. അതേപോലെ തന്നെ ഒരു വേദനയോ ഒരു ബുദ്ധിമുട്ടോ ഒന്നും അറിയില്ല. പിന്നെ ഇതിന് കുറച്ച് സൈഡ് എഫക്റ്റുകൾ ഉണ്ടാവാം. പക്ഷെ അത് ഓരോ ഭാഗം എവിടെയാണ് നമ്മൾ ചികിത്സ ചെയ്യുന്നതിനനുസരിച്ചാണ്. മിക്ക സൈഡ് എഫക്റ്റുകളും ടെമ്പററി ആണ്, പിന്നെ മാനേജബിളും ആണ്. പേഷ്യൻസ് എൻ്റെ അടുത്ത് വന്നിട്ട് പറയാറുണ്ട് റേഡിയേഷൻ ആക്റ്റീവ് ആവും, പിന്നെ ആൾക്കാരായിട്ട് ഇടപെടാൻ പറ്റില്ല അങ്ങനെയൊക്കെ. പക്ഷെ അങ്ങനെയൊന്നും അല്ല. റേഡിയേഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ആക്റ്റീവ് ആവില്ല. കുടുംബാംഗങ്ങളും മറ്റു ആൾക്കാരൊക്കെ ആയിട്ടുള്ള ഇടപെടലുകളും ഒരു ബുദ്ധിമുട്ടും ഇല്ല. നമ്മുടെ ബോഡിയിൽ റേഡിയേഷനൊന്നും ഉണ്ടാവില്ല. പിന്നെ അതേപോലെ തന്നെ റേഡിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്കുള്ളതിൽ വളരെ പ്രിസൈസും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്യാൻസർ ചികിത്സിക്കാൻ വേണ്ടിയിട്ടുള്ള ടെക്നോളജിയാണ്. അപ്പം ഈ തെറ്റായ ധാരണകൾ വെച്ചിട്ട് അതൊരിക്കലും നമ്മൾ ഒരു ലൈഫ് സേവിങ് ട്രീറ്റ്മെന്റ് തന്നെയാണ്. അപ്പോൾ ഈ പല തെറ്റിദ്ധാരണകൾ വെച്ചിട്ട് അതൊരിക്കലും നമ്മൾ എടുക്കാതിരിക്കുകയോ അല്ലെങ്കിൽ അത് വേണ്ട സമയത്ത് ഒഴിവാവുകയോ ചെയ്യരുത്. അപ്പം ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. റേഡിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദനയുള്ള ഒരു പ്രൊസീജിയർ അല്ല. അതേപോലെ തന്നെ റേഡിയേഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി റേഡിയോ ആക്റ്റീവ് ആവില്ല. പിന്നെ അതിന്റെ സൈഡ് എഫക്റ്റുകൾ തന്നെ ചെറിയ ബുദ്ധിമുട്ടുകൾ എല്ലാ ചികിത്സയിലും വരുന്ന പോലെ അതിനുമുണ്ട്. പക്ഷെ അതിന്റെ സൈഡ് എഫക്റ്റുകൾ മിക്കതും നമുക്ക് മാനേജബിളും ട്രീറ്റബിളും ആണ്. അപ്പം ഒരിക്കലും റേഡിയേഷൻ ചികിത്സ എടുക്കാൻ ആരും തെറ്റിദ്ധാരണകൾ വെച്ചിട്ട് മടിച്ചു നിൽക്കരുത്.